ഇറാനെ ഇല്ലാതാക്കുമെന്ന് പരസ്യമായി ഭീഷണി മുഴക്കുന്ന ട്രംപ് രഹസ്യമായി ചർച്ചകൾക്ക് ശ്രമിക്കുന്നുവെന്ന ആരോപണം കഴിഞ്ഞ ദിവസമാണ് ഇറാൻ ഉന്നയിച്ചത്. ഇക്കാര്യം ശരിവെക്കുന്ന നീക്കങ്ങളാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇറാനെ ആക്രമിക്കുന്നത് തൽക്കാലം നിർത്തിവെച്ചതായി വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. എത്രയും പെട്ടെന്ന് ഒരു കരാറിൽ എത്തണം എന്ന നിബന്ധനയിലാണ് തീരുമാനമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒരേ സമയം ഭീഷണിയും പിന്നാലെ പിൻവാങ്ങലും. എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്? അമേരിക്കയുടെ നീക്കം എന്താണ്? വിവരങ്ങൾ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ തൽക്കാലമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് അറിയിച്ചത്. ഇറാനും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ പിന്മാറ്റമെന്നും ഒരു സമാധാന കരാറിന്റെ പ്രാഥമിക ഘടന രൂപപ്പെട്ടിട്ടുണ്ട് എന്നും ട്രംപ് അവകാശപ്പെട്ടു. ലോകത്തിന്റെ നന്മക്കും ഇറാന്റെ നിലനിൽപ്പിനും വേണ്ടി ആക്രമണം തൽക്കാലം റദ്ദാക്കാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ കരാർ അതിവേഗം പൂർത്തിയാക്കണം എന്നായിരുന്നു ട്രംപിന്റെ കുറിപ്പ്. അതേസമയം അമേരിക്കൻ സൈന്യം ഇപ്പോഴും പൂർണ്ണ സജ്ജമാണെന്ന ഭീഷണിയും ട്രംപ് ഇതിനോടൊപ്പം ആവർത്തിക്കുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സൈനിക ശക്തിയോടെ അമേരിക്ക ലോക്ക്ഡ് ആൻഡ് ലോഡഡായി നിൽക്കുകയാണെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. കരാറിനുള്ള ശ്രമങ്ങളോട് ഇസ്രായേലും യോജിച്ചിട്ടുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കിയെങ്കിലും ഇസ്രായേൽ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പുതിയ ആക്രമണങ്ങൾ ഉണ്ടായാൽ കടുത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകിയിരുന്നു. സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലെ ഉന്നത നേതാക്കളുമായി അദ്ദേഹം ഫോണിൽ ചർച്ചകൾ നടത്തി. തങ്ങളെ ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളും വാതകപ്പാടങ്ങളും ഉൾപ്പെടെ എല്ലാം കത്തിയമരുമെന്നാണ് ഇറാന്റെ സുരക്ഷാ വിഭാഗവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ഭീഷണി മുഴക്കിയത്. ഇതേ തുടർന്ന് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ യുദ്ധം കൂടുതൽ വ്യാപിക്കാതിരിക്കാൻ ട്രംപുമായി ചർച്ച നടത്തിയതായാണ് വിവരം. കുവൈത്തിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട ഡ്രോണുകൾ കുവൈറ്റ് സൈന്യം വെടിവെച്ചിട്ടതും ഈ വാരാന്ത്യത്തിലെ സംഘർഷാവസ്ഥയുടെ ആക്കം കൂട്ടുന്നു. നിലവിൽ ആക്രമണങ്ങൾ റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും ഒരു ഔദ്യോഗിക കരാർ ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല. ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. വരും ദിവസങ്ങളിൽ ഇറാൻ ഔദ്യോഗികമായി ഈ വ്യവസ്ഥകൾ അംഗീകരിക്കുമോ എന്നും ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുമോ എന്നുമാണ് ആഗോള സമൂഹം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.